എന്താ സാർ, എന്തു പറ്റി? എന്താ ഇവിടെ ഒരു ആഘോഷം? മോൻ്റെ ബർത്ത്ഡേ ആണ് സാർ, കേക്ക് കെട്ടിയായിരുന്നു. ഓ, നിങ്ങളുടെ അമ്മ ഇവിടെ ഉണ്ടോ? ഇല്ല സാറേ, അമ്മ ഇവിടുന്ന് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാ. എന്താ സാർ കാര്യം? കുടുംബത്തിൽ നിന്ന് സ്വന്തം അമ്മ ഇറങ്ങിപ്പോയിട്ടും നിങ്ങൾക്കൊക്കെ ആഘോഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ. 3 വയസ്സുള്ളൊരു കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് സാറേ. വലിയവരോരൊന്ന് കാണിച്ചു കൂട്ടുന്നതിന് കുട്ടികളുടെ സന്തോഷം എന്തിനാ ഇല്ലാതാക്കുന്നത്? ആ അമ്മയുടെ പേരക്കുട്ടിയാണല്ലോ ഈ കുഞ്ഞ്. അവരിവിടുന്ന് പോയിട്ട് അവരെവിടെയുണ്ടെന്നോ എന്ത് സംഭവിച്ചെന്നോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചോ? ഞങ്ങൾ അന്വേഷിച്ചു. അമ്മ ഇവിടുന്ന് പോയതിനു ശേഷം എവിടെയായിരുന്നു എന്നും ആരാണ് അമ്മയെ സംരക്ഷിച്ചതെന്നും എന്തൊക്കെയാണ് അമ്മ കാട്ടിക്കൂട്ടിയതെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം. അല്ല, സാറിപ്പോ വന്ന കാര്യം പറയും. ഡോ, അവരെ എങ്ങനെ ഇറക്കിക്കൊണ്ടു? ശരി സർ. ഇറങ്ങ. ഇത് നിങ്ങളുടെ അമ്മ തന്നെയല്ലേ? ഞങ്ങൾക്കതിൽ സംശയമൊന്നുമില്ല സാറേ. അമ്മ ഞങ്ങളെ മക്കളായിട്ട് അംഗീകരിക്കുന്നുണ്ടോന്നും കൂടി സാർ ചോദിച്ചു നോക്കണം. നിങ്ങൾ മക്കളും മരുമക്കളും ആഹാരവും സ്വാതന്ത്ര്യവും കൊടുക്കാത്തതിന്റെ പേരിൽ വീട് വിട്ടിറങ്ങി വന്നു എന്നാ ഇവര് തന്നിരിക്കുന്ന പരാതി. പ്രായമായ രക്ഷിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾക്കെതിരെ കേസെടുക്കാൻ ഇപ്പൊ നിയമമുണ്ട്, അറിയാലോ. ഈ അമ്മയ്ക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കാറില്ലെന്നും ഇവിടെ സ്വാതന്ത്ര്യം കൊടുക്കാറില്ലെന്നും പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കോ സാറേ? പിന്നെ അതിന്റെ പേരില് ആരോഗ്യ പ്രശ്നവും മാനസിക പ്രശ്നവും അമ്മയ്ക്കുള്ളതായിട്ട് അമ്മയുടെ മെഡിക്കൽ ചെക്കപ്പില് സാറ് കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല സർ. അമ്മയ്ക്ക് ഓരോ സമയത്ത് ഓരോ വാശിയാ. ആ സമയത്ത് എന്തു തോന്നുന്നു അതുപോലെ ചെയ്യും. അങ്ങനെ ഇറങ്ങിപ്പോയതാ സാറേ. എന്തായാലും ജീവിക്കാൻ വഴിയില്ലാതെ ഇവരെ അമ്പലമുറ്റത്ത് ഭിക്ഷാടനം നടത്തുക എന്ന് പറഞ്ഞ് പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും കൂടിയാ ഇവരെ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആദ്യം ഈ പഞ്ചായത്തില് ഭിക്ഷാടനം നിരോധിക്കേണ്ടി വരും. പൊതുസ്ഥലത്ത് ഭിക്ഷാടനം അനുവദിക്കരുതെന്ന് ഒരു നിയമം നിലവിലുണ്ടല്ലോ, അത് ആദ്യം നടപ്പിലാക്കട്ടെ. ഇല്ലെങ്കിൽ പിച്ച തണ്ടി ജീവിക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയവരെ തടയാൻ ആർക്കും പറ്റില്ല സാറേ. കേട്ടല്ലോ, നിങ്ങൾ ജയിലിൽ പോയത് മുതലുള്ള കാര്യങ്ങളൊക്കെ പോലീസിനറിയാം. എന്നിട്ടും കൂട്ടിക്കൊണ്ടുവന്നത് പോലീസിന്റെ ഡ്യൂട്ടി ഇതൊക്കെ ആയതുകൊണ്ട് മാത്രമാണ്. ഇവരെ സ്റ്റേഷനിലെത്തിച്ചവർ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഇവരെ വീട്ടിൽ തിരിച്ചെത്തിക്കണമെന്നാ. സംസാരിച്ചപ്പോ ഇവരും വരാൻ തയ്യാറാ. എന്താ നിങ്ങളുടെ തീരുമാനം? ഇത് അമ്മയുടെ വീടാ സാറേ. അമ്മ ഇവിടെ എപ്പോൾ വന്ന് കയറിയാലും ഞങ്ങളാരും തടയില്ല. അതുപോലെ തന്നെ സ്വീകരിച്ച് ആനയിക്കത്തുമില്ല. എന്തു പറയുന്നു നിങ്ങള്? എന്റെ വീടല്ലേ സാറേ, ഞാൻ കയറിപ്പോയിക്കോളാം. പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ നോക്ക്. ഇവരൊക്കെ പുറത്തിറങ്ങിപ്പോയി വല്ലതും സംഭവിച്ചാ അത് വലിയ പ്രശ്നമാണ്. അത് ഒഴിവാക്കുന്നതല്ലേ എല്ലാവർക്കും നല്ലത്. ഇനി ഇതുപോലൊന്നും ഉണ്ടാവാതെ ഞങ്ങള് ശ്രദ്ധിച്ചോളാം. അങ്ങനെയാണെങ്കിൽ നല്ലത്. വാ പോവാം. സർ.